നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ കുരുത്തോല വിതരണവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. കുരിശു തകർത്ത സംഭവത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ഇക്കോ ടൂറിസം ഗേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ കെ സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്കും കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിൽ വിന്യസിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കോൺഗ്രസ് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും കല്ലാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ NSS കരയോഗവും സജീവമായി. മണക്കാട് കിഴക്ക് ഭാഗം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം നേതൃത്വം നൽകി. തിരുക്കർമ്മങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി കുരുത്തോലകൾ ഏന്തി ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഡാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമായി. യേശുക്രിസ്തുവിനെ യഹൂദജനം രാജകീയ പദവികളോടെ ഒലിവിലകളേന്തി ജെറുസലേം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞായറിലെ തിരുക്കർമ്മങ്ങൾ. വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം നേതൃത്വം നൽകി. കുരുത്തോല പ്രദക്ഷിണത്തിലും തുടർന്ന് നടന്ന തിരുക്കർമ്മങ്ങളിലും മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്തു. ദേവാലയത്തിൽ രാവിലെ നടന്ന തിരുക്കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഉയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ ഈ മഹത്വത്തിന്റെ രാജാവ് ആരാകുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ഈസ്റ്റ് വിജ്ഞാനമത പള്ളിയിൽ ഓശാന തിരുനാൾ ആഘോഷിച്ചു. പള്ളി വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ നേതൃത്വം നൽകി. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകളുമായി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നു. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും നാടെങ്ങും ഉത്സവ ലഹരിയിലാണ്.
വിഷുപ്പുലരിയിൽ ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ നീണ്ട ക്യൂ ആയിരുന്നു. കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു. മലയാളികളുടെ പ്രധാന ആഘോഷത്തെ പടക്കങ്ങൾ പൊട്ടിച്ചാണ് നാട് വടവേറ്റത്. വിഷുക്കണി കണ്ടുണർന്ന് വിഷു കൈനീട്ടം നൽകി വിഷുക്കോടിയും ധരിച്ച് മറ്റൊരു വിഷുദിനത്തെ വരവേൽക്കുകയാണ് കുടുംബങ്ങൾ. ഓട്ടുരുളിയിൽ നിറച്ചുവെച്ച ഫലധാന്യങ്ങൾ, കത്തിച്ചുവെച്ച നിലവിളക്ക്, കണിവെള്ളിരി, കണിക്കൊന്ന, കോടിമുണ്ട്, കൈനീട്ടം തുടങ്ങി വിഷു തനത് ശൈലിയിൽ തന്നെ ഇത്തവണയും നാട് വിഷു ആഘോഷിച്ചു. പുളിമൂട്ടിൽ സിൽക്സിന്റെ തൊടുപുഴ ഷോറൂമിന്റെ 17ാം വാർഷികത്തോടനുബന്ധിച്ച് ഷോറൂം കൂടുതൽ സൗകര്യങ്ങളോടെ പുതുക്കിപ്പണിത ഷോറൂമിന്റെ വെഞ്ചരിപ്പ് കർമ്മം ഇടുക്കി രൂപതാധ്യക്ഷൻ ജോൺ നെല്ലിക്കുന്നിൽ നിർവഹിച്ചു. റോയ് ജോൺ, ജോബിൻ റോയ്, ഷോൺ റോയ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അനേകർക്ക് തൊഴിലും അതുപോലെ തന്നെ സമൂഹത്തിന് സേവനവുമായിട്ട് നിലകൊള്ളുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ പുളിമൂട്ടിൽ ടെക്സ്റ്റൈൽസ്. ഇവിടെ എനിക്ക് വരാനും ഈ ഒരു വിശുദ്ധമായ വെഞ്ചരിപ്പിൽ പങ്കെടുക്കാനും ഒക്കെ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, നിന്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് നീ അപ്പം ഭക്ഷിക്കുക. അതുപോലെ വ്യാപാരത്തിൽ തിന്മയില്ലാതെ ആയിരിക്കുക. അധ്വാനത്തിൻ്റെയും നീതിയുടെയും തുല്യതയുടെയും നന്മയുടെയും സാമൂഹിക സേവനത്തിൻ്റെയും സംരംഭമായി കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്ഥാപനം നിലകൊണ്ടു. ഒരു നൂറ്റാണ്ടിലേറെ വർഷമായിട്ട് ഈ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ സ്ഥാപനം വലിയ സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ ചാരിറ്റി വർക്ക്സ് ഈ പുളിമൂട്ടിൽ കുടുംബാംഗങ്ങൾ പല വേദിയിൽ നിർവഹിക്കുന്നതായിട്ട് എനിക്കറിയാൻ സാധിച്ചു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നേ ദിനം വിഷു ആഘോഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് വിഷുവിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. പിന്നീട് വരദാനങ്ങൾ നൽകി ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരെയും ഇത് ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കുന്നു. സത്യവും നീതിയും സ്ഥാപനം നിലനിൽക്കുവാൻ ഇടയാകട്ടെ. അഴിമതിയും വഞ്ചനയും ഇവിടെ പ്രവേശിക്കാതിരിക്കട്ടെ. നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ദൈവത്തിന്റെയും മനുഷ്യരുടെ പ്രീതിക്ക് ഈ ടെക്സ്റ്റൈൽസ് പാത്രമാകുകയും ശ്രേയസ്കരമായ മനുഷ്യബന്ധത്തിന് പ്രധാനമാവുകയും ചെയ്തത് എപ്പോഴും എപ്പോഴും എന്നീ. ഈശോയുടെ ചരിത്രമേ, സ്ഥാപനത്തെയും ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ഈ സ്ഥാപനത്തിൽ രാജാവായി വാഴണം. നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ നിയന്ത്രിക്കണം. ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും നമ്മുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ആരെങ്കിലും ഉപദ്രവിക്കുവാനിടയായ മരിച്ചുപോയ നമ്മുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ചേട്ടനെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണം. എന്നെ കണ്ടാനന്ദിക്കുവാൻ സ്വപ്നത്തിലെത്തുന്നവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുകൊണ്ട്
അറിവിതാവും നിങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ അതിന്റെ സജീവ സ്മരണ നിലനിർത്തുകയും ചെയ്യട്ടെ. ഹൃദയമേ, നമ്മുടെ ഹൃദയമേ, കുരിശ് തകർത്ത സംഭവത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തോമംകുത്ത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ഇക്കോ ടൂറിസം ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇത് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷത്തിന് കാരണമായി. തുടർന്ന് നടന്ന യോഗം വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം ഉദ്ഘാടനം ചെയ്തു. കുരിശ് തകർത്ത സംഭവത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തോമൻകുത്ത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കാട്ടുനീതി കാട്ടിൽ മതിയെന്നും നാട്ടിലിത് വെച്ചുപൊറിപ്പിക്കില്ലെന്നുമുള്ള മുദ്രാവാക്യം വിളികളുമായി സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ഇക്കോ ടൂറിസം ഗേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു. ഇത് പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷത്തിന് കാരണമായി. തുടർന്ന് നടന്ന യോഗം വികാരി ഫാദർ ജെയിംസ് ഐക്കരമറ്റം ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മനുഷ്യത്വത്തോടെ പെരുമാറണമെന്നും കാടത്വം നിറഞ്ഞ പെരുമാറ്റം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വനംവകുപ്പ് ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് പിറന്ന മണ്ണിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. മൃഗങ്ങളോടല്ല ജനങ്ങളോടാണ് വനംവകുപ്പ് കൂറ് കാണിക്കേണ്ടതെന്നും ഇത് മറന്ന് കുതിര കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് അംഗം ബിബിൻ അഗസ്റ്റിൻ, കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് സോജൻ കുന്നുംപുറത്ത്, KCYM മുൻ രൂപതാ പ്രസിഡന്റ് ആൻസൺ കല്ലുങ്കൽ താഴെ, മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് ബിൻസി ജോസ് എന്നിവർ പ്രസംഗിച്ചു. കൈക്കാരന്മാരായ ജോണി ഇല്ലിക്കൽ, തോമസ് കാര്യവേലിൽ, KCYM മുൻ മേഖലാ പ്രസിഡന്റ് സോജൻ മുണ്ടൻകാവിൽ, ആൽഫ്രഡ് കളത്തൂർ, ആൽവിൻ ഈന്തുങ്കൽ, ജോമൻ ചോലപ്പിള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ കെ-സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്കും കെ-സ്മാർട്ട് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തു. തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ-സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകൾ വിന്യസിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളിലേക്കുള്ള സുഗമമായ ഡിജിറ്റൽ പ്രവേശനത്തിനായി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്തതാണ് കെ-സ്മാർട്ട് പ്ലാറ്റ്ഫോം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ കെ-സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്കും കെ-സ്മാർട്ട് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തു. തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ-സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിൽ വിന്യസിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. ഇൻഫർമേഷൻ കേരള മിഷൻ ചീഫ് മിഷൻ ഡയറക്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സന്തോഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ സ്വാഗതവും IKM കൺട്രോളർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടിമ്പിൾ മാഗി PS നന്ദിയും പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളിലേക്കുള്ള സുഗമമായ ഡിജിറ്റൽ പ്രവേശനത്തിനായി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ചെടുത്തതാണ് കെ-സ്മാർട്ട് പ്ലാറ്റ്ഫോം. 6 കോർപ്പറേഷനുകൾക്കും 87 മുനിസിപ്പാലിറ്റികൾക്കും ഒപ്പം 941 പഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയും കെ-സ്മാർട്ടിന്റെ പരിധിയിൽ വരും. പഞ്ചായത്തുകളിൽ ആപ്ലിക്കേഷൻ വിന്യസിക്കുന്നതിന്റെ മുന്നോടിയായുള്ള കെ-സ്മാർട്ടിന്റെ പൈലറ്റ് ലോഞ്ച് 2025 ജനുവരി 1 തിരുവനന്തപുരത്തെ കരകുളം ഗ്രാമപഞ്ചായത്തിലും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ആരംഭിച്ചിരുന്നു. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയതിനു ശേഷമാണ് പഞ്ചായത്തുകളിൽ കൂടി കെ-സ്മാർട്ട് നിലവിൽ വരുന്നത്. രാജ്യത്തെ ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം ഓൺലൈനിൽ ഒരുക്കി നൽകുന്നത്. ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നു. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷൻ മുതൽ വസ്തുനികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റും വരെ നിരവധിയായ ആവശ്യങ്ങൾ ഇതുവഴി ജനങ്ങൾക്ക് അതിവേഗം ലഭിക്കും. ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓഫീസിൽ എത്താതെ തന്നെ ഈ സേവനങ്ങളെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാക്കാൻ കെ-സ്മാർട്ടിലൂടെ കഴിയുന്നു എന്നതാണ് പ്രത്യേകത. കെ-സ്മാർട്ട് കോർ ടീമിലെ അംഗവും വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ടിമ്പിൾ മാഗി വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നും കെ-സ്മാർട്ട് വഴി ആദ്യമായി നികുതി അടച്ചു. ഞാൻ എൻ്റെ വീടിൻ്റെ ടാക്സ് അടച്ചിരിക്കുന്നു. കെ-സ്മാർട്ട് വളരെ കുറഞ്ഞ 1 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ടാക്സ് അടച്ചിരിക്കുന്നു. താങ്ക് യു. സ്ക്രീൻഷോട്ട്.
നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കെ-സ്മാർട്ടിന്റെ ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂളും ഉപയോഗിക്കാം. എൻ്റെ കെട്ടിടം എന്ന് വിളിക്കുന്ന മറ്റൊരു ഫീച്ചർ ഉടമയുടെ സ്വകാര്യത ലംഘിക്കാതെ ഡോർ നമ്പർ, നികുതി തുക, കെട്ടിടത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നിവ പോലുള്ള വിവരങ്ങൾ നൽകും. കെ-സ്മാർട്ടിന്റെ മറ്റൊരു പുതിയ ഫീച്ചർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ളവ ഉൾപ്പെടെ ലോകത്തെവിടെ നിന്നും വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുന്നു എന്നതാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയിലും കൊച്ചിയിലുമായി പ്രവർത്തിക്കുന്ന വയലറ്റ് ഫ്രെയിംസിന്റെ നേതൃത്വത്തിൽ 2 മാസത്തെ സമ്മർ ഫിലിം ക്യാമ്പ് നടത്തപ്പെടുന്നു. 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുമാണ് പ്രവേശനം. ആഴ്ചയിൽ 2 വീതം ആകെ 16 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ഫിലിം മേക്കിങ്ങിന്റെ ബേസിക് പാഠങ്ങളായ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, എഡിറ്റിംഗ് ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ, കളർ ഗ്രേഡിംഗ്, അഭിനയം, സംവിധാനം, ഷോർട്ട് ഫിലിം, റീൽസ് മേക്കിംഗ് എന്നീ വിഭാഗങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. സിനിമ പരസ്യ മേഖലയിൽ കഴിഞ്ഞ 10 വർഷമായി തൊടുപുഴയിലും കൊച്ചിയിലുമായി പ്രവർത്തിക്കുന്ന വയലറ്റ് ഫ്രെയിംസിന്റെ നേതൃത്വത്തിൽ 2 മാസത്തെ സമ്മർ ഫിലിം ക്യാമ്പ് നടത്തപ്പെടുന്നു. 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുമാണ് പ്രവേശനം. ആഴ്ചയിൽ 2 വീതം ആകെ 16 ക്ലാസ്സുകളാണ് ഉണ്ടാവുക. ഫിലിം മേക്കിങ്ങിന്റെ ബേസിക് പാഠങ്ങളായ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, എഡിറ്റിംഗ് ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ, കളർ ഗ്രേഡിംഗ്, അഭിനയം, സംവിധാനം, ഷോർട്ട് ഫിലിം, റീൽസ് മേക്കിംഗ് എന്നീ വിഭാഗങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രമുഖരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത്. വിദ്യാർത്ഥികളിലെ അഭിരുചി മനസ്സിലാക്കി അതത് വിഭാഗങ്ങളിൽ പ്രത്യേകമായും പരിശീലനം നൽകും. പല ബാച്ചുകളായി ഓൺലൈൻ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, പേഴ്സണലൈസ്ഡ് കോച്ചിംഗ് എന്നിങ്ങനെ 4 കാറ്റഗറികളിൽ നിന്നും ഇഷ്ടമുള്ള ക്ലാസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 കുട്ടികൾക്ക് നിരക്കുകളിൽ 25% ആനുകൂല്യവും ലഭ്യമാണ്. അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. സീറ്റുകൾ പരിമിതമാണ്. സ്കൂളൊക്കെ അടച്ചു. കുട്ടികൾക്ക് ഇത് അവധിക്കാലമാണ്. ഈ അവധിക്കാലത്ത് സിനിമയെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി വയലറ്റ് ഫ്രെയിംസ് സമ്മർ ഫിലിം ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. നമസ്കാരം, ഞാൻ ലിൻഡോ തോമസ്, ഫിലിം എഡിറ്ററാണ്. വയലറ്റ് ഫ്രെയിംസിൻ്റെ ഫൗണ്ടർ ആൻഡ് ക്രിയേറ്റീവ് ഡയറക്ടറാണ്. കഴിഞ്ഞ 10 വർഷമായി കൊച്ചിയിലും തൊടുപുഴയിലും സിനിമാ പരസ്യരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് വയലറ്റ് ഫ്രെയിംസ്. കുട്ടികളിലേക്ക് ഫിലിം മേക്കിംഗ് ടെക്നിക്സ് പകർന്നു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമ്മർ ഫിലിം ക്യാമ്പ് വയലറ്റ് ഫ്രെയിംസ് സംഘടിപ്പിക്കുന്നത്. ഫിലിം മേക്കിങ്ങിൻ്റെ ബേസിക്കായ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ക്യാമറ, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, സംവിധാനം, ആക്ടിംഗ് തുടങ്ങിയ എല്ലാ മേഖലയിലും പ്രാവീണ്യം നൽകിക്കൊണ്ട് ഷോർട്ട് ഫിലിം മേക്കിംഗ്, റീൽസ് മേക്കിംഗ് എന്നിവ ഈസി ആയിട്ട് ചെയ്യാൻ വിദ്യാർത്ഥികളെ ഈ ക്യാമ്പ് പ്രാപ്തരാക്കുന്നു. 1 മണിക്കൂർ വീതമുള്ള ആഴ്ചയിലെ 2 ക്ലാസ്സുകളാണ് ഈ സമ്മർ ക്യാമ്പിൽ നടത്തപ്പെടുന്നത്. ടോട്ടൽ 16 ക്ലാസ്സുകളാണ് ഈ സമ്മർ ക്യാമ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അഫോർഡബിലിറ്റിയും സൗകര്യം പ്രമാണിച്ച് 4 ബാച്ചുകളിലായാണ് കോഴ്സ് നടത്തപ്പെടുന്നത്. ഓൺലൈൻ ബാച്ച്, ഓഫ്ലൈൻ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, 1-to-1 കോച്ചിങ് തുടങ്ങിയ 4 രീതികളിലാണ് കോഴ്സുകൾ നടത്തപ്പെടുന്നത്. അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. സീറ്റുകൾ പരിമിതമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7510897004 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ www.summerfilmcamp.violetframes.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അഡ്മിഷൻ എടുക്കുകയോ ചെയ്യാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ NSS കരയോഗവും സജീവമായി. മണക്കാട് കിഴക്ക് ഭാഗം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നിരവധി കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. മണക്കാട് കിഴക്കും ഭാഗം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തടയായിട്ട് വരും. നമുക്കൊരു ജോലി കിട്ടാനുള്ളതിന്റെ അവസരയ്ക്ക് നമുക്ക് പറ്റില്ല, ഒരു ദൂഷ്യഫലം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമാണല്ലോ, ആരോഗ്യം അല്ലെ, പണിയെടുക്കാൻ വേണ്ടി ആരോഗ്യം വേണം. ജീവിക്കാൻ പൈസ വേണം, പൈസ വേണമെങ്കിൽ ജോലി വേണം അല്ലെ. ജോലിയും ചെറിയ ചെറിയ ജോലികളോ നമുക്ക് കായികപരമായിട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യുന്ന ആരോഗ്യം വേണം. ലഹരി ഉപയോഗിച്ച ആൾക്കാർ ആരും 6 പാക്ക് ഒന്നും ഇല്ല, ഒരാളും ഇല്ല. നമ്മൾ ഷട്ടൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവർ വാരിയിലൊക്കെ എണ്ണിയെടുക്കണം. അതുപോലെയാണ് അവരുടെ ആരോഗ്യസ്ഥിതി. കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നിരവധി കുട്ടികളും രക്ഷകർത്താക്കളും പങ്കെടുത്തു. ബാലസമാജ് അംഗം ഭഗവത് ഹർഷൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാർഡ് കൗൺസിലർ ബിന്ദു പത്മകുമാർ, കരയോഗം സെക്രട്ടറി VN ചന്ദ്രശേഖരൻ നായർ, KN സിനു, PP സോമശേഖരൻ നായർ, S ഹരിദാസ്, N ശശിധരൻ നായർ, P രാജേന്ദ്രൻ നായർ, സാജൻ S,
PS മുരളീധരൻ, സിനി ശ്രീകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മണക്കാട്. പരിസ്ഥിതി സൗഹൃദ പലചരക്ക് കടയായ 729 ഗ്രീൻ സ്റ്റോർ ഇനി തൊടുപുഴയിലും. വെങ്ങല്ലൂർ സ്മിത ഹോസ്പിറ്റലിന്റെ എതിർവശത്തായി കോവിലകം ആർക്കേഡിലാണ് 729 ഗ്രീൻ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത പലവ്യഞ്ജന കടയെന്ന് ഖ്യാതി നേടിയ 729 ഗ്രീൻ സ്റ്റോറിന്റെ 4ാമത് സ്റ്റോർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. വെങ്ങല്ലൂർ സ്മിത ഹോസ്പിറ്റലിന്റെ എതിർവശത്തായി കോവിലകം മാർക്കറ്റിലാണ് സ്റ്റോർ ആരംഭിച്ചത്. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രീൻ സ്റ്റോർ പേര് തന്നെ നമ്മുടെ ഇടുക്കിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇടുക്കിയിൽ ഞാൻ പറയും, ഞാൻ കേരളത്തിലെ കുറെ ജില്ലകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇടുക്കി നോക്കുമ്പോൾ ഇടുക്കിയിലുള്ള ഓരോരോ ഇഞ്ചും ബ്യൂട്ടിഫുൾ ആണെന്ന് ഞാൻ പറയും. അത് നമുക്ക് നേച്ചർ കൊടുത്തിരിക്കുന്ന ഒരു ട്രഷറാണ്. പക്ഷെ അത് ഇനിയും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ ഇടുക്കിയിലെ ഉള്ളവരും ഇടുക്കിയിലെ വരുന്ന എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അതിനൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി വെക്കുകയാണ്. ആൻഡ് ഗ്രീൻ സ്റ്റോർ ഇങ്ങനെ ഒരു വളരെ നല്ല ഒരു തോട്ട് പ്രോസസ്സോടെ തുടങ്ങിയ മിസ്റ്റർ ബിറ്റു ജോണിന് ആൻഡ് ഫാമിലി കുട്ടി എല്ലാവർക്കും എൻ്റെ ഹൃദയം ആശംസകൾ ആൻഡ് ബെസ്റ്റ് വിഷ്. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഭദ്രദീപം തെളിയിച്ചു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു ധരണിയിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോലഞ്ചേരി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടെൻസിംഗ് ജോർജ്, മുനിസിപ്പൽ കൗൺസിലർ സഷ്മി ഷിംനാസ് എന്നിവർ ആശംസകൾ നേർന്നു. 2018 കോലഞ്ചേരിയിൽ ആരംഭിച്ച 729 ഗ്രീൻ സ്റ്റോറിന് തൃപ്പൂണിത്തുറയിലും പനമ്പള്ളി നഗറിലും സ്റ്റോറുകളുണ്ട്. ഈ സ്റ്റോറുകളിലെ പ്രവർത്തനം മൂലം 45 ലക്ഷത്തിലധികം പ്ലാസ്റ്റിക് പാക്കേജുകളെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിസാര സമയത്തേക്ക് മാത്രം ഉപയോഗിക്കുന്നതും എന്നാൽ നൂറ്റാണ്ടുകളോളം നശിക്കാത്തതുമായ പ്ലാസ്റ്റിക് കവറുകൾ ഒഴിവാക്കി പുനരുപയോഗിക്കാൻ കഴിയുന്ന പത്രങ്ങളിലും പേപ്പർ കവറുകളിലും സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതുകൊണ്ടാണ് ഇത്രയും അധികം പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കാൻ കഴിഞ്ഞതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു. സോ നമ്മൾ മാക്സിമം ഹോം മെയ്ഡ് ആയിട്ടുള്ള ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള പ്രിസർവേഷൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് മാക്സിമം സെല് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി, ലൈക്ക് ഇഫ് യു നീഡ് 10 grams 10 gram മതിയെങ്കിൽ ആ 10 gram നിങ്ങൾക്ക് എടുക്കാം. സോ ആവശ്യത്തിന് ക്വാണ്ടിറ്റി, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനം, പ്രിസർവേഷൻ ഇല്ലാണ്ട്, പ്ലാസ്റ്റിക് ഇല്ലാണ്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട്. അതായത് നോർമലി ഓർഗാനിക് സ്റ്റോർ അങ്ങനെയുള്ള സ്റ്റോർസ് പറയുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ വരുന്ന കാര്യമാണ് പ്രൈസ് ഹൈ ആയിരിക്കും എന്നുള്ളത്. ബട്ട് എപ്പോഴും നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ ഏതാണ്ട് ഡബിൾ പൈസയ്ക്ക് അനുസരിച്ച് നമ്മൾ പാക്കറ്റിലെ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. കാരണം അതിൻ്റെ അത് അഡീഷണൽ ടാക്സ് വരും, എക്സ്പയറിയുടെ കാര്യങ്ങൾ വരും, ഡിസ്ട്രിബ്യൂഷൻ മാർജിൻ വരും, പരസ്യങ്ങൾ വരും, പാക്കേജിങ് കോസ്റ്റ് വരും. സോ ഇതിങ്ങനെയുള്ള അഡീഷണൽ എക്സ്പെൻസുകളെല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 45 ലക്ഷം പീസ് ഓഫ് പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ഭൂമിയിലേക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നത് ഒഴിവാക്കിയത്. സോ അത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ട്, ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. പച്ചക്കറികൾ, മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ, ധാന്യങ്ങൾ, ഹോംമെയ്ഡ് മസാലകൾ, കോൾഡ് പ്രസ്ഡ് ഓയിൽ ആൻഡ് ഗീ, നട്ട്സ്, അച്ചാറുകൾ, ജാം എന്നിവ 729 ഗ്രീൻ സ്റ്റോറിൽ ഒരുക്കിയിരിക്കുന്നു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കോൺഗ്രസ് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും കല്ലാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കോൺഗ്രസ് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും കല്ലാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നാഷണൽ കോൺഗ്രസിന്റെ സാരഥ്യം വഹിച്ചതിന്റെ 100ാം വർഷമാണ് രാജ്യമെമ്പാടും ആഘോഷിക്കുന്നത്. ഇതിനോട് അനുബന്ധമായാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം വരുവാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിനായി മിഷൻ 2025 പദ്ധതി പ്രകാരം ഓരോ വാർഡുകളും കേന്ദ്രീകരിച്ച് കുടുംബ സംഗമങ്ങൾ നടത്തിവരുന്നത്. മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനത്തിന്റെ 100ാം വാർഷികം ആയതിനാൽ കുടുംബ സംഗമങ്ങൾക്ക് മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇപ്രകാരം കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യ കുടുംബ സംഗമവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി യൂണിയൻ കോൺഗ്രസ് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവുമാണ് കല്ലാർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നത്. വാർഡ് വൈസ് പ്രസിഡന്റ് ദേവസ്യ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മണ്ഡലം കമ്മിറ്റി ഭാരവാഹി സുരേഷ് ബാബു സ്വാഗതം ആശംസിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് കുടുംബ യോഗം ഉദ്ഘാടനം ചെയ്തു. 2025 ആ പദ്ധതിയുടെ പേര് KPCC പ്രത്യേകം തയ്യാറാക്കിയ പദ്ധതി പ്രകാരം നമ്മൾ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നമ്മൾ കൂടി വരുന്നു. നമ്മൾ ഈ മീറ്റിങ്ങിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സമ്മേളനങ്ങൾക്ക് നമ്മൾ മഹാത്മാഗാന്ധി കുടുംബ സമ്മേളനങ്ങൾ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകളെ പുതുക്കിക്കൊണ്ട് നമ്മുടെ മഹാത്മാഗാന്ധി ഈ AICCയുടെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് 125 വർഷം തികയുന്നതിൻ്റെ ആഘോഷ പരിപാടികൾ ഈ രാജ്യമെമ്പാടും നടന്നു വരികയാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. അപ്പം ആ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ കുടുംബസമ്മേളനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം മഹാത്മാഗാന്ധി കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സന്ദർശനത്തിൻ്റെ ശതാബ്ദിയാണ്. 100 വർഷം തികയുന്ന നാളുകളാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കടന്നുപോയത്. നമ്മൾ പത്രങ്ങളിലും TV-യിലും ഒക്കെ കണ്ടതാണ്. ഏറ്റവും നമ്മുടെ എല്ലാം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കേരളത്തിൽ കടന്നു വരുമ്പോൾ കേരളത്തിലെ ശ്രീനാരായണ ഗുരുദേവനെ ഏറ്റവും മഹാത്മാവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെ വർക്കല ശിവഗിരിയിൽ പോയി കണ്ട് അവർ തമ്മിൽ അഭിമുഖ ഒരു സംഭാഷണമൊക്കെ നടത്തിയത് ഇന്നും രാജ്യത്ത് വലിയ അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. അതിൻ്റെ ശതാബ്ദി നമ്മൾ ആഘോഷിക്കാം. തുടർന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി യൂണിയൻ കോൺഗ്രസ് പ്രവർത്തകർക്കായുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരിക്കാട്ടിൽ, മണ്ഡലം പ്രസിഡന്റ് K. രാജൻ, INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് KS സിദ്ദിഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ R. ഗണേശൻ, സെയ്ദ് അലി, മണ്ഡലം സെക്രട്ടറി D. രാജു, P. രാജൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനോജ് രാജൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് നിഷീദ് കല്ലാർ, ബിനീഷ്, അന്തോണി, നൈജ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും വിരമിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. BBC ന്യൂസ്, പീരുമേട്. EAE അതിഭദ്രാസനത്തിൽ കീഴിലെ തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് യാക്കോബസ് സുറിയാനിപ്പള്ളിയിൽ ഓശാന ഞായർ ആഘോഷപൂർവ്വം കൊണ്ടാടി. രാവിലെ 6 മണിക്ക് പ്രഭാത പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങുകൾ 10 മണിയോടെ പൂർത്തിയായി. വികാരി ഫാദർ ഷിബു സി കുര്യൻ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. രാവിലെ 7-ന് ഗുരുത്തോലയേന്തി വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. തുടർന്ന് കുട്ടികൾ പൂക്കൾ വാരി വിതറി ചടങ്ങുകൾ ആഘോഷമാക്കി. ഓശാന ഞായർ ചടങ്ങുകൾക്ക് ശേഷം വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ മധുരാരാമം ശിശുഗണമേ
യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് അവർ തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിക്കി. യേശു അതിന്മേൽ കയറുകയും ചെയ്തു. പലരും തങ്ങളുടെ വസ്ത്രങ്ങളെ ഒഴുക്കി വിരിച്ചു. ചില വൃക്ഷങ്ങളിൽ നിന്ന് ചില ശാഖകൾ വെട്ടിയെടുത്ത് വഴിയിൽ വിതറിയതിനു മുമ്പേ പിറകെയുള്ളവർ ഇപ്രകാരം ആർത്തു വിളിച്ചു പറഞ്ഞു, കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സ്റ്റേറ്റ് കരാട്ടെ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് മണക്കാട് പഞ്ചായത്തിൽ നിന്നുള്ള കുട്ടികൾ മികച്ച നേട്ടം കൈവരിച്ചു. അരിക്കുഴ കരാട്ടെ അക്കാദമിയിലെ MK സലീമിന്റെ കീഴിലാണ് ഇവർ പരിശീലനം നേടിയത്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സ്റ്റേറ്റ് കരാട്ടെ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് മണക്കാട് പഞ്ചായത്തിൽ നിന്നുള്ള കുട്ടികൾ മികച്ച നേട്ടം കൈവരിച്ചു. 9 വയസ്സ് കാറ്റഗറിയിൽ കത്തായിൽ അരിക്കുഴ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥിനി ഭാഗ്യലക്ഷ്മി അനീഷ് ഗോൾഡ് മെഡൽ നേടി. 11 വയസ്സ് കാറ്റഗറിയിൽ കത്തായിൽ സിൽവർ മെഡലും കുമിത്തയിൽ ഗോൾഡ് മെഡലും അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥി സൂര്യനാരായണൻ അനീഷ് നേടി. 12 വയസ്സ് കാറ്റഗറിയിൽ കത്തായിൽ സിൽവർ മെഡലും കുമിത്തയിൽ ബ്രോൺസ് മെഡലും നേടിയ മനു മോഹൻ അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. 12 വയസ്സ് കാറ്റഗറിയിൽ കത്തായിൽ ഗോൾഡ് മെഡലും കുമിത്തയിൽ ബ്രോൺസ് മെഡലും അരിക്കുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥി ശ്രീഹരി രാജ് നേടി. ബ്ലാക്ക് ബെൽറ്റ് സീനിയർ കാറ്റഗറി കത്തായിൽ ഗോൾഡ് മെഡലും കുമിത്തയിൽ ബ്രോൺസ് മെഡലും നേടിയ അനന്തു S കൃഷ്ണ അരിക്കുഴ കരാട്ടെ അക്കാദമിയിലെ അംഗമാണ്. അരിക്കുഴ കരാട്ടെ അക്കാദമിയിലെ MK സലീമിന്റെ കീഴിലാണ് ഇവർ പരിശീലനം നേടിയത്. ചരമവാർത്ത. ഉടുമ്പന്നൂർ മങ്കുഴി നടുപ്പറമ്പിൽ ജോസഫ് ദേവസ്യ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 15 രാവിലെ 11:30 ഉടുമ്പന്നൂർ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ. ഭാര്യ ത്രേസ്യാമ്മ കൊടുവേലി പാലക്കോട്ടിൽ കുടുംബാംഗം. മക്കൾ ഷാജി, ഷിജി, മിനി, സിനി, ഷിജു. മരുമക്കൾ ഗ്രേസി തോട്ടപ്ലാക്കൽ, ബാബു തോട്ടപ്ലാക്കൽ ഇടവെട്ടി, ജെയ്സൺ ചികണിയാന്തോട്ടത്തിൽ രാജാക്കാട്, സണ്ണി അക്കരച്ചാലിൽ കമ്പിളിക്കണ്ടം, ജോസ്മി കാഞ്ഞിരംകുഴിയിൽ വഴുത്തല. മുട്ടം ശങ്കരപ്പള്ളി കാരാങ്കുന്നിൽ ഉലഹന്നൻ ജോർജ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വ 15 രാവിലെ 10:30 മുട്ടം സെന്റ് സെബാസ്റ്റ്യൻ സിബിഗിരി ദേവാലയത്തിൽ. ഭാര്യ പരേതയായ മാർഗരീത്ത ജോർജ് നാഗപ്പുഴ നീർനാൾ കുടുംബാംഗം. മക്കൾ മിനി, സജി, ബിജു, മരിയ, ഷിജു കെ ജോർജ് ആരക്കുഴ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ. AHSTA മുൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ്. മരുമക്കൾ ട്രീസ സജി താലൂക്ക് ആശുപത്രി കോതമംഗലം, ബിജി ബിജു വേലംകുന്നേൽ പൊന്നന്താനം, സാജു ജോസഫ് കാട്ടാങ്കൂട്ടിൽ തെന്നത്തൂർ, ലിജി ഷിജു ഹെഡ് പോസ്റ്റ് ഓഫീസ് കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉണർത്തി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ കുരുത്തോല വിതരണവും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. കുരിശു തകർത്ത സംഭവത്തിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് ഇക്കോ ടൂറിസം ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയായ K-സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിലേക്കും K-സ്മാർട്ട് സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ K-സ്മാർട്ട് ത്രിതല പഞ്ചായത്തുകളിൽ വിന്യസിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ ആദ്യ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കോൺഗ്രസ് അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും കല്ലാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറീഖ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ NSS കരയോഗവും സജീവമായി. മണക്കാട് കിഴക്ക് ഭാഗം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AP പ്രവീൺകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.